ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ 2017 SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം പി ഓഫ് എക്സ് ഈക്വൽ ടു 2x³ മൈനസ് 2x² മൈനസ് 8x പ്ലസ് 8 ആണ്. x പ്ലസ് 2 is a factor of p of x. Check whether x² minus 4 is a factor of p of x. P of x equal to 2x³ minus 2x² minus 8x plus 8. P of x ന്റെ ഒരു ഘടകമാണ് x plus 2. x² minus 4 എന്നത് P of x ന്റെ ഒരു ഘടകമാണോ എന്ന് പരിശോധിക്കുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ എന്താണ്? P of x equal to 2x³ minus 2x² minus 8x plus 8. ഇനി എക്സ് പ്ലസ് 2 എന്നത് ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ അഥവാ ഒരു ഘടകമാണെന്ന് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് 2 എന്താണ് ഇതിൽ നിന്ന് മീൻ ചെയ്യുന്നത്? ഇതിന്റെ സൊല്യൂഷൻ അഥവാ പരിഹാരം എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു -2 ആണ്. അതായത് പി ഓഫ് -2, അതായത് മോളിലെ പോളിനോമിയലിൽ -2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ചെക്ക് വെദർ x² minus 4 is a factor of p of x. p of x ന്റെ ഒരു ഘടകമാണോ x² minus 4 എന്നത് പരിശോധിക്കണം. x² minus 4 ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ ഇതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കണം. x² ഈക്വൽ ടു -4 ഈ സൈഡിലേക്ക് വന്നാൽ +4, x ഈക്വൽ ടു സ്ക്വയർ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ √4. √4ന്റെ റൂട്ട് എത്രയാണ്? പ്ലസ് ഓർ -2. അപ്പോൾ x² minus 4 ഈ പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദത്തിന്റെ ഫാക്ടർ ആവണമെങ്കിൽ x ഈക്വൽ ടു -2ഉം x ഈക്വൽ ടു +2ഉം ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങളാവണം. അതായത് p ഓഫ് -2ഉം അതേപോലെ p ഓഫ് +2ഉം 0 ആയിരിക്കണം. ഈ പോളിനോമിയലിൽ -2 ഇട്ട് കൊടുത്താലും 2 ഇട്ട് കൊടുത്താലും പോളിനോമിയൽ 0 ആവണം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആണ് x പ്ലസ് 2. അതായത് ഈ പോളിനോമിയലിന്റെ ഒരു സൊല്യൂഷൻ അഥവാ പരിഹാരമാണ് x ഈക്വൽ ടു -2 എന്ന് പറയുന്നത്. അതായത് p ഓഫ് -2 എന്താണ്? 0 ആണ്. അപ്പോൾ ഇത് 0 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് -2 ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻ ആണെന്ന് നമുക്കറിയാം. ഇനി 2 x ഈക്വൽ ടു 2 ഇതിന്റെ സൊല്യൂഷൻ അഥവാ പരിഹാരമാണോ എന്ന് കണ്ടുപിടിക്കാം. p ഓഫ് 2 ഈക്വൽ ടു 2 ഇൻറ്റു x³ എന്ത് വരും? 2 ഇൻറ്റു 2³ മൈനസ് 2 ഇൻറ്റു x² എന്ത് വരും? 2 ഇൻറ്റു 2² മൈനസ് 8 ഇൻറ്റു 2 പ്ലസ് 8 ഈക്വൽ ടു 2 ഇൻറ്റു 2³ എത്രയാണ്? 8. 8 ഇൻറ്റു 2 16 മൈനസ് 2 ഇൻറ്റു 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. 4 ഇൻറ്റു 2 8 മൈനസ് 8 ഇൻറ്റു 2 16 പ്ലസ് 8. 16 മൈനസ് 16 0 ആണ്. -8 പ്ലസ് 8 0 ആണ്. അപ്പോൾ p ഓഫ് 2 എന്നത് നമുക്ക് 0 എന്ന് കിട്ടി. x ഈക്വൽ ടു +2ഉം x ഈക്വൽ ടു -2ഉം ഈ പോളിനോമിയൽ അഥവാ ബഹുപദത്തിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങളാണെന്ന് കിട്ടി. സോ നമുക്ക് എന്ത് പറയാം? x² minus 4 is a factor of p of x. ഈ പോളിനോമിയൽ അഥവാ ബഹുപദത്തിന്റെ ഒരു ഫാക്ടർ ആണ് x² minus 4 എന്ന് പറയാം. അടുത്ത ചോദ്യം, the sum of a number and its reciprocal is 6. Find the number. ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക 6 ആയാൽ സംഖ്യ ഏത്? എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? the sum of a number. ആ നമ്പറിനെ നമുക്ക് x എന്നെടുക്കാം. സം എന്ന് പറഞ്ഞാൽ കൂട്ടുക. a number and its reciprocal അഥവാ അതിന്റെ വ്യുൽക്രമം എന്ന് പറയുന്നത് എന്താണ്? a/b. ഇതിന്റെ വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിന് നേരെ തിരിച്ചിടും. അതായത് b/a. അപ്പോൾ എക്സിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/x. ഇതെന്താണ്? x/1 ആണല്ലോ. അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/x is 6. ഫൈൻഡ് ദ നമ്പർ. ഇനി x കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്കറിയാം a/b പ്ലസ് c/d. നമ്മൾ എങ്ങനെയാ സോൾവ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. a ഇൻറ്റു d പ്ലസ് c ഇൻറ്റു b ഡിവൈഡഡ് ബൈ b ഇൻറ്റു d. അതേപോലെ x ഇൻറ്റു x എത്രയാ? x² പ്ലസ് 1 ഇൻറ്റു 1 എത്രയാ? 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു x എത്രയാണ്? x ഈക്വൽ ടു 6.
ഇനി എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു, ഈ എക്സ് ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഗുണനമാവും 6x. എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 1 ഈക്വൽ ടു 0. ഇതിപ്പോ ഒരു ഇക്വേഷൻ അഥവാ ഒരു സെക്കൻഡ് ഡിഗ്രി സമവാക്യം ആയി. ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തികവ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. വർഗ്ഗത്തികവ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോർമാറ്റിലാവണം? എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാവണം. അതായത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആവണം, കോൺസ്റ്റന്റ് വാല്യൂ ഇക്വേഷന്റെ വലതുഭാഗത്താവണം. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 തന്നെയാണ്. ഇനി ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള 1നെ നമുക്ക് ഇക്വേഷന്റെ വലതുഭാഗത്തേക്ക് ആക്കണം. അതായത് എക്സ് സ്ക്വയർ മൈനസ് 6x ഈക്വൽ ടു മൈനസ് 1. ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ പ്രോസസ്സ് എന്താണ്? ബിന്റെയും സിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കണം. ഇവിടെ ബി എത്രയാണ്? -6 ആണ്. സി എത്രയാണ്? -1 ആണ്. ഇനി നമ്മുടെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ 4 മൈനസ് ബി ബൈ 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എത്രയാണ്? -1 പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയർ എത്രയാണ്? 36 ബൈ 4 മൈനസ് ബി എത്രയാണ്? -6 ബൈ 2. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -1 പ്ലസ് 36 ബൈ 4 എത്രയാണ്? 9 മൈനസ് -6 ബൈ 2 ഇത് വരും പ്ലസ് 6ന്റെ പകുതി 3 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 9ൽ നിന്ന് 1 പോയാൽ 8 പ്ലസ് 3. റൂട്ട് 8ന് നമുക്ക് ഒരു ഫിക്സഡ് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് 8 പ്ലസ് 3, എക്സ് ഈക്വൽ ടു പ്ലസ് റൂട്ട് 8 പ്ലസ് 3. ഇവ രണ്ടുമാണ് ആ നമ്പേഴ്സ്. അടുത്ത ചോദ്യം. A man travels from home to town and back in a motorcycle. He travels to home from town at a speed which is 20 kilometers per hour, more than his journey to the town from home. The average speed of his total journey was 48 kilometers per hour. If the distance from home to town is 5 kilometers, find his total journey time. By taking the speed of his journey from home to town as x, form a second degree equation. Find the speed of his journey in each direction. ഒരാൾ വീട്ടിൽ നിന്ന് പട്ടണത്തിലേക്കും തിരിച്ച് വീട്ടിലേക്കും മോട്ടോർ സൈക്കിളിലാണ് സഞ്ചരിച്ചത്. വീട്ടിൽ നിന്ന് പട്ടണത്തിലേക്ക് പോയതിനേക്കാൾ 20 കിലോമീറ്റർ മണിക്കൂർ കൂടിയ വേഗത്തിലാണ് പട്ടണത്തിൽ നിന്നും വീട്ടിലേക്ക് യാത്ര ചെയ്തത്. അയാളുടെ മൊത്തം യാത്രയുടെ ശരാശരി വേഗം 48 കിലോമീറ്റർ മണിക്കൂർ ആയിരുന്നു. വീട്ടിൽ നിന്ന് പട്ടണത്തിലേക്കുള്ള ദൂരം 5 കിലോമീറ്റർ ആണെങ്കിൽ മൊത്തം യാത്രയ്ക്ക് അയാൾ എടുത്ത സമയം എത്ര? വീട്ടിൽ നിന്ന് പട്ടണത്തിലേക്കുള്ള യാത്രയുടെ വേഗം x എന്നെടുത്ത ഒരു രണ്ടാം കൃതി സമവാക്യം രൂപീകരിക്കുക. ഓരോ ഭാഗത്തേക്കുമുള്ള യാത്രയുടെ വേഗം കണക്കാക്കുക. ഈ ചോദ്യം ഉത്തരം എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ടൈം അഥവാ സമയം ഈക്വൽ ടു ഡിസ്റ്റൻസ് അഥവാ ദൂരം ബൈ സ്പീഡ് അഥവാ വേഗതയാണ്. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സമയം സമം ദൂരം ബൈ വേഗത. ഇനി എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഒരാൾ വീട്ടിൽ നിന്നും ടൗണിലേക്കും തിരിച്ച് ടൗണിൽ നിന്ന് വീട്ടിലേക്കും യാത്ര ചെയ്തു. He travels to home from town at a speed which is 20 kilometers per hour, more than his journey to the town from home. വീട്ടിൽ നിന്ന് പട്ടണത്തിലേക്ക് പോയതിനേക്കാൾ 20 കിലോമീറ്റർ മണിക്കൂർ കൂടിയ വേഗത്തിലാണ് പട്ടണത്തിൽ നിന്നും വീട്ടിലേക്ക് യാത്ര ചെയ്തത്. വീട്ടിൽ നിന്ന് പട്ടണത്തിലേക്ക് അയാൾ എക്സ് സ്പീഡിലാണ് യാത്ര ചെയ്തതെങ്കിൽ തിരിച്ച് പട്ടണത്തിൽ നിന്ന് വീട്ടിലേക്ക് 20 കിലോമീറ്റർ പെർ ഹവർ കൂടുതൽ സ്പീഡിലാണ് അയാൾ യാത്ര ചെയ്തിട്ടുള്ളത്. അതായത് x+20 ആയിരുന്നു അയാളുടെ സ്പീഡ്. അടുത്തതായി എന്താ തന്നിട്ടുള്ളത്? ദ ആവറേജ് സ്പീഡ് ഓഫ് ഹിസ് ടോട്ടൽ ജേർണി വാസ് 48 കിലോമീറ്റർ പെർ ഹവർ. ആകെയുള്ള യാത്രയിൽ അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 48 കിലോമീറ്റർ പെർ ഹവർ ആയിരുന്നു. ഇനി ആദ്യത്തെ ചോദ്യം.
ഇഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ഹോം ടു ടൗൺ ഈസ് 5 കിലോമീറ്റർ, വീട്ടിൽ നിന്ന് പട്ടണത്തിലേക്കുള്ള ദൂരം എന്നത് 5 കിലോമീറ്റർ ആണ്. ഫൈൻഡ് ഹിസ് ടോട്ടൽ ജേർണി ടൈം, അയാൾ യാത്രയ്ക്ക് മൊത്തം എടുത്ത സമയം എത്രയാണ്? അപ്പോൾ ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ടൈം ഈക്വൽ ടു ആകെയുള്ള സമയം, ടോട്ടൽ ഡിസ്റ്റൻസ് ആകെയുള്ള ദൂരം, ബൈ ടോട്ടൽ സ്പീഡ് ആകെയുള്ള വേഗത. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് ആകെയുള്ള ദൂരം, ഹോമിൽ നിന്ന് വീട്ടിൽ നിന്ന് പട്ടണത്തിലേക്ക് 5 കിലോമീറ്റർ ആണ് ദൂരം എന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ പട്ടണത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കും എത്രയായിരിക്കും? 5 കിലോമീറ്റർ ആയിരിക്കും ദൂരം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 5 + 5 10 കിലോമീറ്റർ ആണ് ദൂരം. ഇനി ടോട്ടൽ സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ടോട്ടൽ ജേർണി, ആകെയുള്ള യാത്രയുടെ സ്പീഡ് എത്രയാണ്? 48 km/h. അപ്പോൾ ടോട്ടൽ ടൈം, അയാൾ യാത്ര ചെയ്യാൻ എടുത്ത ആകെയുള്ള സമയം 10/48 മണിക്കൂറാണ്. ഇനി അടുത്ത ചോദ്യം. ബൈ ടേക്കിംഗ് ദ സ്പീഡ് ഓഫ് ഹിസ് ജേർണി ഫ്രം ഹോം ടു ടൗൺ ആസ് എക്സ്, വീട്ടിൽ നിന്നും പട്ടണത്തിലേക്കുള്ള വേഗത എന്നത് എക്സ് എടുക്കുകയാണെങ്കിൽ ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഒരു രണ്ടാം കൃതി സമവാക്യം രൂപീകരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഹോമിൽ നിന്ന് ടൗണിലേക്ക് എക്സ് സ്പീഡിലാണ് അയാൾ യാത്ര ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ടൗണിൽ നിന്ന് ഹോമിലേക്ക് എക്സ് + 20 km/h സ്പീഡിലാണ് യാത്ര ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം ഉണ്ടാക്കണം. എങ്ങനെയാണ്? ആദ്യം തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് പട്ടണത്തിലേക്ക് അയാൾ പോകാനെടുത്ത സമയം എത്രയാണെന്ന് നോക്കാം. ഹോം ടു ടൗൺ, അതായത് വീട്ടിൽ നിന്ന് പട്ടണത്തിലേക്ക് പോകാനെടുത്ത സമയം, ടൈം ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അഥവാ ദൂരം ബൈ വേഗത. ഹോമിൽ നിന്ന് ടൗണിലേക്ക്, വീട്ടിൽ നിന്ന് പട്ടണത്തിലേക്ക് എത്രയാണ് ദൂരം? 5. ഇനി എത്രയാണ് സ്പീഡ്? എക്സ്. ഇനി തിരിച്ച് ടൗൺ ടു ഹോം, അതായത് പട്ടണത്തിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് എത്താനുള്ള സമയം, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. പട്ടണത്തിൽ നിന്നും വീട്ടിലേക്കും എത്രയാണ് ദൂരം? 5 ആണ്. ഇനി എത്ര സ്പീഡിലാണ് അയാൾ യാത്ര ചെയ്തത്? എക്സ് + 20 km/h സ്പീഡിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ വീട്ടിൽ നിന്ന് പട്ടണത്തിലേക്കും തിരിച്ച് പട്ടണത്തിൽ നിന്ന് വീട്ടിലേക്കും അയാൾ എടുത്ത സമയങ്ങൾ 5/x-ഉം 5/x + 20-ഉമാണ്. ആദ്യത്തെ ചോദ്യത്തിൽ നമ്മൾ ടോട്ടൽ ടൈം, അയാൾ വീട്ടിൽ നിന്ന് പട്ടണത്തിലേക്കും പട്ടണത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കും എത്താനെടുത്ത ടോട്ടൽ ടൈം അഥവാ ആകെയുള്ള സമയം നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. എത്രയാണ്? 10/48. അതായത് ടോട്ടൽ ടൈം ഓഫ് ഇറ്റ്സ് ജേർണി എന്ന് പറയുന്നത് എന്താണ്? ഈ യാത്രയ്ക്ക് അയാൾ എടുത്ത മുഴുവൻ സമയം. അപ്പോൾ ഹോമിൽ നിന്ന് ടൗണിലേക്ക് പോകാൻ എടുത്ത സമയം എത്രയാണ്? 5/x ആണ്. ഇനി തിരിച്ച് ടൗണിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ എടുത്ത സമയം എത്രയാണ്? 5/x + 20 ഈക്വൽ ടു എത്രയാണ്? 10/48 ആണ്. ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം കിട്ടും. ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യുക? ആദ്യം തന്നെ ഇത് a/b + c/d എന്ന ഫോർമാറ്റിലാണ്. ഇതിന് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് a × d + c × b ഡിവൈഡഡ് ബൈ b × d. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഇതിനെയും സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് 5 × x + 20 + 5 × x ഡിവൈഡഡ് ബൈ x × x + 20 ഈക്വൽ ടു 10/48. ഇനി 5 × x 5x + 5 × 20 എത്രയാണ്? 100 + 5x ഡിവൈഡഡ് ബൈ x × x എത്രയാ? x² + x × 20 എത്രയാ? 20x ഈക്വൽ ടു 10/48. ഇനി x² + 20x നമുക്ക് ഇക്വേഷന്റെ എതിർഭാഗത്തേക്ക് ആക്കണം. ഇവിടെ ഹരണമായിരിക്കുന്നത് ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? ഗുണനമാവും. അപ്പോൾ 5x-ഉം 5x-ഉം 10x ആണ്. 10x + 100 ഈക്വൽ ടു 10/48 ഇൻറ്റു x² + 20x. 10x + 100
ഈക്വൽ ടു 10/48 ഇൻറ്റു ചെയ്താൽ 10/48 എക്സ് സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു 20 എത്രയാണ് 200/48 എക്സ്. ഇനി ഈ 10 എക്സിലേക്ക് നമുക്ക് ഇക്വേഷന്റെ എതിർഭാഗത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 100 ഈക്വൽ ടു 10/48 എക്സ് സ്ക്വയർ പ്ലസ് 200/48 എക്സ് മൈനസ് 10 എക്സ്. ഇവിടെ 200/48ന്റെയും 10ന്റെയും കോഎഫിഷ്യന്റുകൾ എക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 200/48 മൈനസ് 10. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 200 ഇൻറ്റു 1 എത്രയാ 200 മൈനസ് 48 ഇൻറ്റു 10 എത്രയാ 480 ബൈ 48 ഇൻറ്റു 1 എത്രയാ 48 ഈക്വൽ ടു 200ൽ നിന്നും 480 പോയാൽ മൈനസ് 280/48. അപ്പോൾ 200/48 എക്സ് മൈനസ് 10 എക്സ് എന്താവും മൈനസ് 280/48 എക്സ് ആവും. അപ്പൊ നമുക്ക് 10/48 എക്സ് സ്ക്വയർ പ്ലസ് 200/48 മൈനസ് 10 മൈനസ് 280/48 എക്സ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. ഇനി ഈ ഇക്വേഷനെ 10/48 എക്സ് സ്ക്വയർ മൈനസ് 280/48 എക്സ് ഈക്വൽ ടു 100 എന്ന ഇക്വേഷനെ നമുക്ക് ഏത് ഫോർമാറ്റിലേക്ക് മാറ്റണം? എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലേക്ക് മാറ്റണം. കാരണം ഇവിടെ മൂന്നാമത്തെ ചോദ്യം എന്നത് സ്പീഡ് ഓഫ് ഹിസ് ജേർണി കണ്ടുപിടിക്കാനാണ്. അതായത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തിക ഉപയോഗിച്ച് വേണം കണ്ടുപിടിക്കാൻ. വർഗത്തിക ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷന്റെ ഫോർമാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാണ്. അതായത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആവണം, കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ഇക്വേഷന്റെ വലതുഭാഗത്താവണം. അപ്പോൾ ഇവിടെ 10/48 എന്നതാണ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. അപ്പോൾ നമുക്കറിയാം എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതിനെ ഇക്വേഷന്റെ ഉടനീളം ഇൻറ്റു ചെയ്താൽ നമുക്ക് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ 10/48 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, ഹരിക്കുന്നു ബൈ ഇക്വേഷന്റെ എല്ലാ ടേംസും നമുക്ക് 10/48 കൊണ്ട് എന്ത് ചെയ്യണം? ഹരിക്കണം. ഇവിടെ 10/48 10/48 എന്തായി? 1 ആയി. അപ്പോൾ എക്സ് സ്ക്വയർ. ഇനി 280/48 ഡിവൈഡഡ് ബൈ 10/48. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക? 280/48 ഈ ഹരണം ഗുണനമാണ് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ അടുത്ത് വരുന്ന ഇൻറ്റീജറിന്റെ റെസിപ്രോക്കൽ, അതായത് അത് തിരിച്ചിടണം. 10/48 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ 48/10. ഇങ്ങനെയാണ് ഹരണം ഗുണനമാക്കുക. അതിന്റെ അടുത്ത് വരുന്ന ഇൻറ്റീജർ ഏതാണോ അതിന്റെ റെസിപ്രോക്കൽ, അതായത് അതിനെ നേരെ തിരിച്ചിടുക. ഇവിടെ 10/48 എന്തായി? 48/10. ഇനി ഇവിടെ ഈ 48 ഈ 48 വെട്ടിപ്പോയി. 280 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 28. അപ്പോൾ 280/48നെ 10/48 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 28 എക്സ് ഈക്വൽ ടു. ഇനി അതേപോലെ 100 ഹരണം 10/48 നേരത്തെ ചെയ്ത പോലെ തന്നെ 100 ഇൻറ്റു ആക്കി ഇതിനെ നമ്മൾ തിരിച്ചിട്ടു 48/10. ഈ 10ലും 0 വെട്ടി 10 ഇൻറ്റു 48 എത്ര വരും? 480. അപ്പോൾ 480. ഇപ്പോൾ നമുക്ക് വർഗത്തികവ് അഥവാ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം കിട്ടി. എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 28x ഈക്വൽ ടു 480. ഇനി മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ഹിസ് ജേർണി ഇൻ ഈച്ച് ഡയറക്ഷൻ. ഓരോ ഭാഗത്തേക്കുമുള്ള യാത്രയുടെ വേഗം കണക്കാക്കുക. അതായത് എക്സും എക്സ് പ്ലസ് 20 കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 28x ഈക്വൽ ടു 480 എന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യത്തിൽ നിന്നും സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തിക ഉപയോഗിച്ച് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്താണ് ഇക്വേഷൻ? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ 4 മൈനസ് ബി ബൈ 2. ഇനി ഇതിൽ നിന്ന് നമുക്ക് ബിന്റെയും സിന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാണ് നമ്മുടെ ഇക്വേഷൻ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ബി എന്താണ്?
എക്സിന്റെ കോഎഫിഷ്യന്റ് -28. സി എന്താണ്? ഇക്വേഷന്റെ വലതുഭാഗത്തുള്ള കോൺസ്റ്റന്റ് വാല്യൂ 480. ഇനി നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എത്രയാണ്? 480 പ്ലസ് ബി സ്ക്വയർ, അതായത് 28ന്റെ സ്ക്വയർ എത്രയാണ്? 784 ബൈ 4 മൈനസ് ബി എത്രയാണ്? -28/2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 480 പ്ലസ് 784/4 എത്രയാണ്? 196. ഇനി മൈനസും മൈനസും പ്ലസ് ആയി. 28ന്റെ പകുതി എത്രയാണ്? 14 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 480ഉം 196ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 676 പ്ലസ് 14. ഇനി 676ന്റെ റൂട്ട് എത്രയാണ്? 26 പ്ലസ് 14. അപ്പോൾ എക്സിന് രണ്ട് വാല്യൂസ് ഉണ്ടാവും. ഒന്ന് -26 പ്ലസ് 14, അതേപോലെ എക്സ് ഈക്വൽ ടു പ്ലസ് 26 പ്ലസ് 14. ഇനി -26 പ്ലസ് 14 എത്ര വരും? -12. 26ഉം 14ഉം കൂട്ടിയാൽ എത്ര വരും? 40. ഇവിടെ എക്സ് എന്നത് സ്പീഡ് അഥവാ വേഗതയാണ്. അതൊരിക്കലും നെഗറ്റീവ് നമ്പർ വരില്ല. അപ്പോൾ എക്സ് ഈക്വൽ ടു 40 ആണ് ഉത്തരം. വീട്ടിൽ നിന്ന് ടൗണിലേക്കുള്ള വേഗതയാണ് 40 km/h. ഹോം ടു ടൗൺ അയാൾ സഞ്ചരിച്ച വേഗത എത്രയായിരുന്നു? 40 km/h ആയിരുന്നു. പട്ടണത്തിൽ നിന്ന് വീട്ടിലേക്കുള്ള വേഗതയോ? 40ന്റെ കൂടെ 20 കൂട്ടിയാൽ 60 km/h. അടുത്ത ചോദ്യം, ചെക്ക് വെദർ x-3 is a factor of 2x³ - x² - 3x + 4. x-3 എന്നത് 2x³ - x² - 3x + 4 എന്ന ബഹുപദത്തിന്റെ ഘടകമാണോ എന്ന് പരിശോധിക്കുക. നമുക്കറിയാം പി ഓഫ് എക്സ് എന്നൊരു പോളിനോമിയൽ ഉണ്ട്. ഇതിന്റെ ഫാക്ടർ ആണ് എക്സ് മൈനസ് എ എങ്കിൽ അതിന്റെ സൊല്യൂഷൻ അഥവാ പരിഹാരം എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു എ ആയിരിക്കും. ഒരു പോളിനോമിയലിന്റെ പരിഹാരം അഥവാ സൊല്യൂഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ വാല്യൂ പോളിനോമിയലിൽ ഇട്ടുകൊടുത്താൽ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഇവിടെ 2x³ - x² - 3x + 4 എന്ന പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആണോ x-3 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊരു ഫാക്ടർ ആണെങ്കിൽ ഈ പോളിനോമിയലിന്റെ ഒരു സൊല്യൂഷൻ ആണ് എക്സ് ഈക്വൽ ടു +3 എന്നത്. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x³ - x² - 3x + 4. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഇതിന്റെ ഫാക്ടർ ആണോ x-3 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഫാക്ടർ ആണ് എന്ന് കൺസിഡർ ചെയ്യാണ് x-3. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ അഥവാ പരിഹാരം എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു +3 ആയിരിക്കും. ഇവിടെ -3 ആയതുകൊണ്ടാണ് സൊല്യൂഷൻ +3 ആയത്. എക്സ് ഈക്വൽ ടു +3 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പി ഓഫ് 3 എന്നത് 0 ആയിരിക്കും. അതായത് ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുത്താൽ ഈ പോളിനോമിയൽ 0 ആയിരിക്കും. അപ്പൊ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2 × x³ എന്താണ്? 3³ മൈനസ് x² എന്ത് വരും? 3² മൈനസ് 3 × 3 + 4. 2 × 3³ എത്രയാണ്? 27 മൈനസ് 3ന്റെ സ്ക്വയർ 9 മൈനസ് 3 × 3 9 പ്ലസ് 4. ഇനി 2 × 27 എത്രയാണ്? 54 മൈനസ് 9 മൈനസ് 9 പ്ലസ് 4. ഇനി 54ൽ നിന്ന് 9 പോയാൽ എത്രയാണ്? 45. 45ൽ നിന്നും വീണ്ടും 9 പോയാൽ എത്രയാണ്? 36. 36ൽ കൂടി 4 കൂട്ടിയാൽ എത്ര വരും? 40. അപ്പോൾ പി ഓഫ് 3 ആവുമ്പോൾ ഉത്തരം എത്രയാണ് വരുന്നത്? 40 ആണ്. അപ്പോൾ പി ഓഫ് 3 എന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. Therefore നമുക്ക് എന്ത് പറയാം? x-3 ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. അവസാനത്തെ ചോദ്യം,
ദ സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 25/12. ഫൈൻഡ് ദ നമ്പർ. ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക 25/12 ആണ്. സംഖ്യ ഏതാണ്? അപ്പോൾ ആ നമ്പറിനെ നമുക്ക് എക്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ ദ സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം എന്ന് പറയുന്നത് എന്താണ്? ആ നമ്പറിനെ തിരിച്ചിടുക. അതായത് ഇപ്പോൾ A/B ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം എന്ന് പറയുന്നത് എന്താണ്? അതിനെ നേരെ തിരിച്ചിടുന്നത്, അതായത് B/A. അതേപോലെ എക്സിനെ തിരിച്ചിടുമ്പോൾ എന്ത് വരും? 1/x. ഇതിന്റെ തുക, അതായത് ആഡ് ചെയ്യുന്നു, എക്സിനെയും 1/xനെയും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 25/12. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം ഉണ്ടാക്കണം. എക്സ് പ്ലസ് 1/xനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമുക്കറിയാം A/B പ്ലസ് C/Dനെ നമ്മൾ എങ്ങനെയാ സോൾവ് ചെയ്യുക? A/D പ്ലസ് B/C ഡിവൈഡഡ് ബൈ B/D. ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയുക. അതേപോലെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? സോൾവ് ചെയ്യാൻ പോകുന്നത്. x എന്ത് വരും? x². ഇനി 1 × 1 എന്ത് വരും? +1 ഡിവൈഡഡ് ബൈ 1 × x ഈക്വൽ ടു 25/12. ഇനി A/B പ്ലസ് C/D ആണെങ്കിൽ ഈ രീതിയിലാണ് സോൾവ് ചെയ്യുക. ഇനി A/B ഈക്വൽ ടു C/D ആണെങ്കിലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുക. എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാണ്? A/D ഈക്വൽ ടു C/B. അപ്പോൾ ഇവിടെ എന്ത് വരും? x² + 1 × 12 ഈക്വൽ ടു x × 25. അപ്പോൾ ഇനി നമുക്ക് ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇൻഡു ചെയ്യാം. 12 × x² എന്ത് വരും? 12x² പ്ലസ് 12 × 1 12 ഈക്വൽ ടു 25x. 12x² 25നെ ഇക്വേഷന്റെ ഈ സൈഡിലേക്ക് എടുത്താൽ 25 മൈനസ് 25x ഈക്വൽ ടു 12നെ ഇക്വേഷന്റെ എതിർഭാഗത്തേക്ക് കൊണ്ടുപോയാൽ -12. ഇനി ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തികവ് ആണ് ഉപയോഗിക്കുക. വർഗ്ഗത്തികവ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോർമാറ്റിലാവണം? x² പ്ലസ് bx ഈക്വൽ ടു c എന്ന ഫോർമാറ്റിലാണ്. അതായത് x²ന്റെ കോഎഫിഷ്യന്റ് 1 ആവണം. കോൺസ്റ്റന്റ് വാല്യൂ ഇക്വേഷന്റെ വലതുഭാഗത്താവണം. ഇവിടെ കോൺസ്റ്റന്റ് വാല്യൂ ഇക്വേഷന്റെ വലതുഭാഗത്താണ്. പക്ഷേ x²ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 12 ആണ്. അപ്പൊ അത് നമുക്ക് 1 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഏതാണോ കോഎഫിഷ്യന്റ് ആ കോഎഫിഷ്യന്റ് കൊണ്ട് ഇക്വേഷൻ മുഴുവനായി ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 12x²/12 25x/12 -12/12 എന്ത് വരും? 12 12 പോയി x² മൈനസ് 25/12x ഈക്വൽ ടു 12/12 എന്ത് വരും? -1. ഇപ്പോൾ നമുക്ക് x² പ്ലസ് bx ഈക്വൽ ടു c എന്ന ഫോർമാറ്റിൽ നമ്മുടെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ബിന്റെയും സിന്റെയും വാല്യൂ എഴുതാം. -25/12 c എന്താണ്? -1. ഇനി ഇക്വേഷൻ x ഈക്വൽ ടു ±√ c പ്ലസ് b²/4 മൈനസ് b/2 ഈക്വൽ ടു ±√ c എന്താണ് ഇവിടെ? -1 പ്ലസ് b² എന്ന് പറയുന്നത് എന്താണ്? -25/12² ഡിവൈഡഡ് ബൈ 4 മൈനസ് b എന്താണ്? -25/12/2 ഈക്വൽ ടു ±√ -1 പ്ലസ് 25ന്റെ സ്ക്വയർ എത്രയാണ്? 625. ഇനി 12ന്റെ സ്ക്വയർ എത്രയാണ്? 144 ഡിവൈഡഡ് ബൈ 4 മൈനസും മൈനസും പ്ലസ് ആയി 25/12 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് ഈ 625/144 ഹരിക്കണം 4 ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. എങ്ങനെയാണ്? 625 ഡിവൈഡഡ് ബൈ 144 ഹരിക്കണം 4. ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുക? 625/144 ഈ ഹരണം ഗുണനമാക്കണം. അതിനുശേഷം അതിന്റെ അടുത്ത് വരുന്ന നമ്പർ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം ആക്കണം. ഇവിടെ 4ന്റെ റെസിപ്രോക്കൽ എന്താണ്? 1/4.
ഇനി നേരിട്ട് മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണിക്ക് 625 ഇൻറ്റു 1 എത്രയാണ് 625. ഇനി 144 ഇൻറ്റു 4 എത്രയാണ് 576. അതുപോലെ തന്നെ ഇവിടെ 25/12 ഹരിക്കണം 2 ഇതിനെയും നമുക്ക് മാറ്റി എഴുതണം. 25/12 ഹരണം ഗുണനമാക്കുന്നു, 2ന്റെ വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ എഴുതുന്നു. എന്തുവരും 25 12 ഇൻറ്റു 2 24. ഇനി ഈ രീതിക്ക് നമ്മുടെ ഇക്വേഷൻ മാറ്റുകയാണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -1 പ്ലസ് 625/144 ഹരിക്കണം 4 എന്തായി 625/576 പ്ലസ് 25/12 ഹരിക്കണം 2 എന്തായി 25/24 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക നമുക്കറിയാം. a/b പ്ലസ് c/d നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് -1 ഇൻറ്റു 576 -576 പ്ലസ് 625 ഇൻറ്റു 1 625 ബൈ 1 ഇൻറ്റു 576 പ്ലസ് 25/24 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 625 നിന്നും 576 പോയാൽ എത്രയാണ് 49 ബൈ 576 പ്ലസ് 25/24 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 49ന്റെ റൂട്ട് 7 576ന്റെ റൂട്ട് എത്രയാണ് 24 പ്ലസ് 25/24. അപ്പോൾ എക്സിന് ഇവിടെ 2 വാല്യൂസ് വരും. ഒന്ന് x ഈക്വൽ ടു -7/24 പ്ലസ് 25/24. ഇനി രണ്ടാമത്തെ വാല്യൂ x ഈക്വൽ ടു പ്ലസ് 7/24 പ്ലസ് 25/24. ഇനി 25ൽ നിന്നും 7 പോയാൽ എത്രയാണ് 18/24. അതാണ് ഒന്നാമത്തെ വാല്യൂ. ഇനി 25ൽ കൂടെ 7 കൂട്ടിയാൽ എത്രയാണ് 32/24. അപ്പോൾ എക്സിന് 2 നമ്പേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയാണ് 18/24 32/24. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2016 SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്